ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ എന്താണെന്നല്ലേ, ഞാനും എൻ്റെ ദേവൂട്ടനും കൂടെ രാവിലെ എന്താ ഒരുങ്ങി നിൽക്കുന്നതെന്നല്ല, ഇന്ന് നമ്മുടെ ചെത്തിയുടെ അമ്പലത്തിൽ കൊലപ്പൂജയാണ്. അതിന് പോകാൻ ഒരുങ്ങിയതാണ് വെളുപ്പിന്. അയ്യോ, ഒന്നും അറിയാതെ പാവം ഒരാൾ വന്ന് എണീച്ച് നിൽക്കുന്നത്. അതിനൊക്കെ ഞങ്ങൾ ദേവൂട്ടൻ അമ്മിടും. ഞങ്ങൾ വെളുപ്പിന് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊലയാണ്. കൊലയും കരിക്കും അടയാണ് അവിടുത്തെ നേർച്ച. അപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ കൊണ്ട് വെച്ചാലേ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പൂജ, എന്നാൽ രാവിലെ വെക്കണം. അന്നേരം ഇത് അമ്പലം, ചത്തിയറ അമ്പലം കേട്ടോ, ശക്തികുളങ്ങര. അവിടെ നമ്മൾ നേരത്തെ എല്ലാം കേട്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. തെക്കേത്തളത്തിൽ വല്യച്ഛൻ്റെ പൂജ എന്ന് പറയും. അതിനൊത്തിരി അതിൻ്റെ പണ്ടേ കാലം തൊട്ടേ ഉള്ളൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഐതിഹ്യം അറിയാം, പക്ഷേ ഞാൻ ഒരുപാട് പറഞ്ഞ് ഐതിഹ്യം കുളവാക്കണ്ട, അത് കേൾക്കുന്നവർ എന്നെ ആട്ടും. അതുകൊണ്ട് നമ്മൾ രാവിലെ അമ്പലത്തിൽ വന്ന് ടോക്കനൊക്കെ എടുക്കണവേ, രസീതും ഒക്കെ എടുത്ത്. നമുക്ക് ടോക്കൺ കിട്ടിയത് 84. ടോക്കൺ അനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്യാനൊക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പം തന്നെ 5:30 ടൈമിൽ ആ കോമ്പൗണ്ട് ഫുൾ ഏത്തക്കൊല ആയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ എല്ലാം വെച്ച് ഇത് അട ഉണ്ടാക്കുന്നിടമാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ചെറ്റാരിക്ക അമ്പലത്തിൽ ഉത്സവമാണ്. ഇങ്ങനെ ചെറ്റാരിക്ക അമ്പലത്തിൽ വന്ന് തൊഴു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൊലപ്പൂജ. ഇങ്ങനെ രാവിലത്തെ കണ്ട ടൈപ്പാണോ? 12 മണിക്ക് പൂജ തുടങ്ങുന്ന ടൈമാണ് കൊലപ്പൂജ. 4 വശവും കൊല. നമുക്ക് ഫുൾ ടൈം എല്ലായിടും എത്തി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം ആരെയും അങ്ങോട്ട് കടത്തി വിടത്തില്ല. ഇതിൻ്റെ 4 വശവും കൊലയാണ്, ഇങ്ങനത്തെ കൂട്ട് തന്നെ കൊലയാണ്. വീഡിയോ ഫുൾ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല, സാങ്കേതികമായി നമുക്ക് പറ്റാത്തത് കൊണ്ട്, ആരെയും കടത്തി വിടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഫുൾ എടുക്കാമായിരുന്നേ. അങ്ങനെ ഇത് എടുക്കുന്നത് അതിനേക്കാട്ടില്ല സാഹസികമായി കൊലയൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. പിന്നെ നമ്മളിവിടെ വൈകുന്നേരം നമ്മൾ ചെറ്റാരിക്ക ഉത്സവത്തിന് വന്നേ. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ കെട്ടുത്സവമായത്. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ കെട്ടുത്സവത്തിന് ഞാനും നാത്തൂനും കുഞ്ഞാറ്റയും ദേവനും അമ്മയും ചാരുമോളൂടായിരുന്നു വന്നത്. അങ്ങനെ കെട്ടുത്സവമൊക്കെ കണ്ട് കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളിന് ശേഷം ആദ്യത്തെ വെട്ടുത്സവമാണ്. പിന്നെ എല്ലാം കൊള്ളായിരുന്നു. ഫ്ലോട്ടും കാളയും പിന്നെ എന്തോ ഒരു സംഭവമായിരുന്നു. എന്തൊക്കെ വെള്ളം ചീറ്റിയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഇവരൊത്തിരി ടയേർഡായി, കഷ്ടം ഇരുന്നിരുന്നൊക്കെ അവർ വന്നു. ഇതിനെക്കാട്ടൊരു വെറൈറ്റി ഉണ്ട് കാണിക്കാൻ, വീഡിയോ അപ്ലോഡായി വന്നു. എൻ്റെ പൊന്നെ, ജീവൻ പോയൊരൈറ്റം ഉണ്ട് ഇപ്പം. അതുകൊണ്ട് ഈ പോകുന്ന സാധനം പിള്ളേരെല്ലാം പേടിച്ച് വരണ്ട. അങ്ങനെ ഈ സാധനത്തെ കണ്ടാൽ തന്നെ പേടി വരത്തില്ല. എന്താണെന്നോ എൻ്റെ ജീവൻ പോയി, പിന്നെ പിള്ളേരെ പറയണോ. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ വർഷത്തെ ഉത്സവം ഇവിടെ തുടങ്ങുമോ. ഇനി അങ്ങോട്ട് ഉത്സവ സീസണല്ലേ, അപ്പോൾ നമുക്ക് പൊളിക്കുകയല്ലേ. അപ്പോൾ ഉത്സവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്പലത്തിൽ നിന്നൊരു കടല മേടിച്ചാൽ അതും തട്ടി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ടാറ്റാ.